ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ലോങ് വീഡിയോ ആണ്. നമ്മുടെ അഞ്ചാം ഉത്സവത്തിന്റെ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടിയുള്ള കുറുമക്കറിക്ക് വേണ്ടി അരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇത് നാലാം ഉത്സവ ദിവസത്തിന്റെ 12 മണിയായി കാണും. ഞങ്ങളുടെ കൈകൊട്ടിക്കളി ഇന്നായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അച്ഛനും അവിടെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ 1 മണിയായി അവർ അതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും. പിന്നെ ഇതായിരുന്നു രാവിലത്തെ അഞ്ചാം ഉത്സവ രാവിലത്തെ പ്രഭാത ഭക്ഷണം. നമ്മുടെ ഇടിയപ്പവും ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒറ്റ ദിവസത്തേലേ ഇട്ടുന്നത്, അപ്പം എല്ലാം ഒന്നും കൂടെ ഒന്ന് ചേർത്തിടാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ അനിയത്തിയുടെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ? എൻ്റെ അമ്മ തച്ചു കൊടുത്തതാണ്. അപ്പം ഇന്ന് ഉച്ച സദ്യയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോ എടുത്ത് നോക്കിയാലും ഈ ആൻറ്റി ഇങ്ങനെ അരയ്ക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ആൻറ്റിയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം എല്ലാ കാര്യങ്ങളും അരയ്ക്കുന്ന സമയങ്ങളെല്ലാം ഈ ആൻറ്റിയുടെ കയ്യിലാണ് മിക്സിയും സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടീച്ചറിനെ അറിയാമല്ലോ, ടീച്ചറിൻ്റെ കൊച്ചുമക്കളാണ് രണ്ടുപേരും. ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ആയതുകൊണ്ട് എല്ലാം ഇങ്ങനെ വിവരിച്ച് പറയാൻ പറ്റില്ല. ഇതാ ലോങ് വീഡിയോ ആകുമ്പോൾ എനിക്ക് എല്ലാം പറയാൻ പറ്റും കേട്ടോ. അപ്പം ഇതെല്ലാം നമ്മുടെ ഉച്ചത്തേക്കുള്ള എല്ലാത്തിൻ്റെയും കട്ടിങ്സിലാണ് എല്ലാവരും. വെജിറ്റബിൾസ് ആയാലും അവിയലിനും സാമ്പാറിനും ഒക്കെ വേണ്ടിയുള്ള കട്ടിങ്ങിലാണ്. കണ്ടോ, സത്യം പറയാലോ, ഇത് ഇവിടെ ഈ ടൈമിൽ വന്ന് കാണണം. ഓരോരുത്തരും നമ്മൾ ഉത്സവ ടൈമിൽ മാത്രം കണ്ടുവരുന്ന കാഴ്ചയാണ്. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഇതേപോലെ എല്ലാവരും കൂടി നിന്ന് ചെയ്യുക അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ ഈ ഉത്സവ ടൈമിൽ ഭഗവാന് വേണ്ടി നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണല്ലോ. ഇതേപോലെ കുക്കിങ്ങിലായാലും കാര്യങ്ങളിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ആ ടൈമിൽ ഇതൊക്കെ ചെയ്യാനും. നമ്മൾ ഒന്നും പ്രതിഫലം കാണാണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ഞങ്ങളുടെ ഉച്ചഭക്ഷണവും പ്രഭാത ഭക്ഷണവും ഒക്കെ കണ്ടതാണല്ലോ. എല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റ് ആയിട്ടും അവർ അത്രയും വൃത്തിയായിട്ടും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. ഈ പ്രാവശ്യത്തെ നമ്മുടെ ഉത്സവത്തിൽ മെയിൻ ഒരു അട്രാക്ഷൻ നമ്മുടെ ഫുഡായിരുന്നു. അതിന് പ്രത്യേക കാരണം അതാ ഈ റീജൻ അങ്കിളാണ്. റീജൻ അങ്കിളിന്റെ കാറ്ററിംഗ് സർവീസും ആണ്. അങ്കിളിന്റെ സ്ഥലം എഫ്രാത്ത് എന്നാണ്. എഫ്രാത്ത് ഇവന്റ് മാനേജ്മെന്റ് കൂട്ടപ്പുവാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ അങ്കിളിനെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കൂട്ടപ്പൂലായാലും അമ്പൂരിയിലായാലും കൊടപ്പനമൂട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലായിടും അങ്കിൾ ചെല്ലുന്നതാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അങ്കിളിനെ ഓർഡർ ചെയ്യാം. കാറ്ററിംഗ് സർവീസ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. കാരണം അത്രയ്ക്ക് ഗംഭീരമായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ഓരോ ദിവസത്തെ ഫുഡും അത്രയും ടേസ്റ്റും ആയിരുന്നു. ഓരോരുത്തരും പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ചർച്ച വന്നൊരു വിഷയം നമ്മുടെ ഫുഡായിരുന്നു. എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള 5 ദിവസം ഞാൻ മനസ്സറിഞ്ഞ് ഫുഡ് കഴിച്ചത് സത്യം പറയാലോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ടൈമായിരുന്നു കേട്ടോ ഇത്. അച്ഛൻ എല്ലാ വർഷവും ഇപ്പൊ ഒരുപാട് വർഷമായിട്ട് അച്ഛനാണ് പ്രഭാത ഭക്ഷണത്തിന് ഹെൽപ്പ് ചെയ്യാൻ കൂടെ നിൽക്കുന്നതാണ്. അതുപോലെ ഉച്ചഭക്ഷണത്തിനും കൂടെ സഹായിക്കാൻ നിൽക്കും. ഞാൻ ഉത്തരവാദിത്തം പ്രഭാത ഭക്ഷണത്തിനാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റണേന്നേ ഉള്ളൂ പറഞ്ഞു. എന്റെ അച്ഛൻ കമ്മിറ്റി അംഗമൊന്നും അല്ല കേട്ടോ. എന്റെ ചിലപ്പോക്കെ ആവും, ചില വർഷങ്ങളിൽ കമ്മിറ്റി അംഗം ആയിട്ടുണ്ട്. എന്റെ വലിയച്ഛനാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ എന്റെ വലിയമ്മേനെ കഴിഞ്ഞ വീഡിയോ കാണിച്ചു തന്നു, ശ്വേതേനെ കാണിച്ചു തന്നു. ഇത് വലിയച്ഛനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിലെ അയ്യപ്പനെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലെ കാണാൻ. പിന്നെ ഇനി ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. എൻ്റെ അനിയത്തി ഇതാ ഇങ്ങോട്ടാ കയറിപ്പോന്നേന്നറിയോ? അവൾക്ക് കുറെ ദിവസമായിട്ട് ഭാരമായിട്ടിരിക്കുന്ന ഈ മുടീനൊന്ന് വെട്ടിക്കളയാനായിട്ട് കുറെ ദിവസം കൊണ്ട് പറയുന്ന കേട്ടോ. പക്ഷെ ഞങ്ങളുടെ കൈകൊട്ടി കളിയായിരുന്നു ഇന്നലെ. അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് വെട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇതാ ഇന്ന് തന്നെ അവൾക്ക് വെട്ടണോന്ന് പറഞ്ഞ് ഞങ്ങൾ മുടി വെട്ടാൻ കൊണ്ടുവന്നു. ഇപ്പൊ ഇനിയിപ്പോ 2 മാസത്തെ ലീവിന് ഇനി അവൾക്ക് മുടിയൊന്നും കെട്ടാൻ വയ്യ. അതുകൊണ്ട് ഞാനിതാ മുടി വെട്ടാൻ പോണേന്നും പറഞ്ഞ് നമ്മളെയും കൊണ്ട് അവള് നിർബന്ധം പിടിച്ചിതാ കൊണ്ടുപോവുകയാണ്. നിങ്ങൾ തന്നെ പറ അവളുടെ ബിഫോർ ആഫ്റ്റർ ലുക്ക് എങ്ങനെയുണ്ടെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ പൊതുവെ എനിക്ക് ഇവള് മുടി വെട്ടിയതിൽ ഭയങ്കര സന്തോഷം ഗൈസ്. കാരണം നല്ല അവളുടെ ഏജിനുള്ള ആ ഒരു ക്യൂട്ട്നെസ് ഒക്കെ വന്ന് അവൾ മുടി വളർത്തുമ്പോൾ നല്ല പ്രായമുള്ളല്ലോ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവളെ കറക്റ്റ് ഒരു കുഞ്ഞു കൊച്ചുങ്ങളെ പോലെ ആയിട്ടുണ്ട്. എന്തോ ഞാൻ അവളുടെ ഈ ഒരു ലുക്ക് മിസ് ചെയ്യുന്നു എന്ന് തോന്നുന്നു. കൊള്ളായിരുന്നു ഗൈസ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അവളെ കാണാനും വേറൊരു ലുക്കൊക്കെ ആയി. നമ്മൾ മുടി വെട്ടുമ്പം ഉള്ളൊരു ലുക്ക് മാറി ഒരു ക്യൂട്ട്നെസ് ഒക്കെ വന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ അവളുടെ ഡ്രസ്സിന് ഈ ലുക്ക് ചേരുന്നില്ലല്ലേ ഗൈസ്? അപ്പോൾ എന്തായാലും കമൻറ്റ് ഇട്ട് പറ അവളുടെ ലുക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് വെട്ടിയിട്ടുള്ളത്. ഫുൾ അങ്ങ് വെട്ടിക്കളഞ്ഞു ഗൈസ്.
അപ്പോൾ പിന്നെ അപ്പോഴാണ് ഞങ്ങളുടെ യൂട്യൂബിൽ നിന്നുള്ള ലെറ്റർ വന്നത്. ഉച്ചയൊക്കെ ആയപ്പോൾ വന്നു. അപ്പോൾ ആ നേരെ കൊണ്ട് അച്ഛൻ്റെ കാണിച്ചു. അച്ഛന് ഭയങ്കര സന്തോഷമായി ഗൈസ്. കാരണം നമ്മുടെ ഉത്സവ ടൈമിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുമ്പം നിങ്ങൾക്ക് യൂട്യൂബ് അംഗീകരിച്ചോ, നിങ്ങൾക്ക് അംഗീകാരം ഉണ്ടോ? അപ്പൊ ഈ ചോദിക്കുന്നവര് ശ്രദ്ധിക്കുക, നമ്മള് എന്തിനും നമ്മൾ തുടക്കം എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മളുടെ കാര്യങ്ങൾ അവർക്ക് കാണിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് വെറുതെ എനിക്ക് വീഡിയോ എടുത്തെന്നും പറഞ്ഞ് ഒരിക്കലും യൂട്യൂബിൽ പോസ്റ്റ് ആവത്തില്ല. അതിനുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും പാട്ടും കമൻറ്റ് ഉൾപ്പെടെ ഞങ്ങൾ അതിൽ കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ കണ്ടന്റിന് തന്നെ ശരി കണ്ടന്റ്, ഈ കണ്ടന്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതേ ഗൈസ്, ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണേ, അന്നദാനം കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ. അപ്പോഴാണ് ചോദിക്കുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇനി എന്ത് ചെയ്യും, കണ്ടന്റിനൊക്കെ എവിടെ പോകും? ഞങ്ങൾ 1 വർഷം ആവാൻ പോകുന്നുണ്ട്. ഈ 5 ദിവസത്തെ ഉത്സവമല്ല ഞങ്ങളുടെ കണ്ടന്റ്, അതും മനസ്സിലാക്കുക. ഇത് ഞാൻ കളിച്ച് ജനിച്ചു വളർന്ന ഒരു അമ്പലം, അവിടെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എന്താ പറയുക, എൻ്റെ കൊച്ചും കാലം തൊട്ട് ഇവിടെയാണ് ഉള്ളത്. അപ്പം എൻ്റെ നാടും എൻ്റെ ആൾക്കാരെയും ഞാൻ കാണിച്ചു കൊടുത്തന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ഒരു വലിയ കണ്ടന്റ് ആയിട്ട് ഞാൻ ഒരു വർഷം കൊണ്ട് നടക്കുകയല്ല ചെയ്യുന്നത്. ആകെ 5 ദിവസത്തെ ഉത്സവത്തിനും പിന്നെ എൻ്റെ നാട്ടിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമാണ് ഞാൻ കണ്ടന്റായിട്ട് ഇടുന്നത്. അതൊരു വഴിക്കിടും. പക്ഷെ ഞാൻ എൻ്റെ കണ്ടന്റ് വേറെയാണ്. ഞാൻ വേറെ വേറെ കണ്ടന്റുകൾ ഇടും. ചിലപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി കണ്ടന്റ് ഇടും, ചിലപ്പോൾ എൻ്റെ പെറ്റിൻ്റെ കണ്ടന്റ് ഇടും, ചിലപ്പം ഞാൻ എവിടെയെങ്കിലും പോയതിൻ്റെ കണ്ടന്റ് ഇടും. അങ്ങനെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ഞാൻ അന്ന് കുക്കിംഗ് സ്കില്ലിന് പോയപ്പോൾ പോലും ഞാൻ അതൊരു കണ്ടന്റാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോഴും വിചാരിക്കുക ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് കണ്ടന്റ് നോക്കും, അന്വേഷിക്കും, അതിനുവേണ്ടി കണ്ടന്റ് ഇടും. അല്ലാതെ ഒരു കാര്യം മാത്രം ഞങ്ങൾ കണ്ടന്റായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കാറില്ല. ഞങ്ങൾക്ക് മുന്നോട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്, അത് മനസ്സിലാക്കുക. ചുമ്മാ ഈ പറയുന്ന ആൾക്കാർക്ക് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ടൊരു പുച്ഛഭാവത്തിൽ പറയുവാണ്, നിങ്ങൾക്ക് ഇനിയിപ്പം ഇവിടെ നമ്മുടെ അടുത്തൊരു സ്ഥലത്തുള്ളൊരു ക്ഷേത്രമുണ്ട്, അവിടെ ഇനിയിപ്പോൾ ഉത്സവം തുടങ്ങും, നിങ്ങൾ ഇനി അവിടെ പോയി ഇടൂ, നിങ്ങൾക്ക് വീണ്ടും കണ്ടന്റ് ആവുന്നു. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അവിടെ പോകുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ അതിൻ്റെ കണ്ടന്റാക്കി ഇടും. ഇടൂലെന്നല്ല, ഇടും. ഞാൻ കണ്ടന്റ് ഇടും. ഞാൻ അവിടെ പോവുകയാണെങ്കിൽ ഗായ്സ് ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ പോയി, ഇങ്ങനെ കണ്ടു, ക്ഷേത്രത്തിൽ പോയി എന്ന് പറഞ്ഞ് ഇടും. പക്ഷേ അത് എനിക്ക് എന്താ പറയാ, അങ്ങനെയൊന്നും അല്ല ഗൈസ്. അപ്പം ഞങ്ങൾക്ക് കണ്ടന്റ് വേണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരുമാതിരി തെണ്ടി നടക്കൂ എന്നുള്ളൊരു ഭാവത്തിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല. നല്ല ഇമോഷനായി പോയി ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടവും വിഷമവും സന്തോഷവും എല്ലാം ഉണ്ട്. നമുക്ക് തിരിച്ച് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുമ്പം ചോറ്, സാമ്പാർ, പരിപ്പ് കറി, പപ്പടം, അച്ചാർ, നാരങ്ങ അച്ചാർ, ഇഞ്ചി അച്ചാർ, പച്ചടി, പിന്നെ തോരൻ, എന്തുവാണ് സാധനം, നമ്മുടെ തീയൽ കറി യെസ്, ഓക്കെ, തീയൽ കറി. പിന്നെ അടുത്തെന്തുവാ, അവിയൽ ഗൈസ്, അവിയൽ, പിന്നെ കിഴങ്ങ് കറി, പപ്പടം, പഴം, സോറി ഗൈസ്, കൂട്ടുകറി, പപ്പടം. നമ്മളൊക്കെ സാധാ കുഞ്ഞു പിള്ളേരാണ്, അപ്പം കിഴങ്ങ് കറിയെന്നേ പറയുള്ളൂ. കൂട്ടുകറിയെന്നൊന്നും പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പം ഇതൊക്കെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞേ, റീജൻ മാമൻ്റെ കുക്കിംഗ് ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി, അസാധ്യം, എനിക്കൊന്നും പറയില്ല. അപ്പം ഇതൊക്കെയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. ആദ്യമേ ഞാൻ വന്നപ്പോൾ എനിക്ക് അകത്ത് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ അവസാനം കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ക്യൂവിൽ കയറി നിന്ന് വാങ്ങിച്ചത്. എന്നിട്ട് അച്ഛനുണ്ട്, അനിയത്തിയുണ്ട്, ഞാനുണ്ട്, അമ്മയുണ്ട്. അമ്മയെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിച്ചിട്ട് ഞാൻ കണ്ടോ ഇരിക്കുന്നേ. അപ്പം ഇതൊക്കെയായിരുന്നു. സത്യമാണ്. രണ്ടാമത്തെ ചോറ് ഇതാ കൊണ്ടുപോവുകയാണ്. എല്ലാവർക്കും തിരക്കായതുകൊണ്ട് കൊണ്ട് നടന്ന് കൊടുക്കുമായിരുന്നു. സെക്കൻഡിന് നമുക്ക് തൈരല്ലല്ലോ, പുളിശ്ശേരിയായിരുന്നു, സോറി, പുളിശ്ശേരിയായിരുന്നു. അപ്പം ഇങ്ങനെയായിരുന്നു. കണ്ടു നമ്മുടെ പ്ലേറ്റൊക്കെ അങ്ങ് നിറഞ്ഞിരിക്കുകയല്ല. നമ്മൾ കാണുമ്പോൾ തന്നെ ഓക്കെ, മനസ്സും വയറും ഒക്കെ നിറഞ്ഞു പോവും. അച്ഛനും ഇതൊക്കെയായിരുന്നു. എനിക്ക് അച്ഛൻ്റെ അൺഎക്സ്പെക്റ്റഡ് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അച്ഛൻ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ അൺഎക്സ്പെക്റ്റഡ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അനിയത്തിയുടെ മുടിയൊക്കെ വെട്ടി അവർ കുഞ്ഞിതായപ്പോൾ അവൾക്ക് കുഞ്ഞു കൊച്ചിനെ പോലെ ഇരിക്കുന്നു ഗൈസ്. പിന്നെ ഇത് അമ്മ ഉണ്ട്. പിന്നെ അമ്മ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ അവസാനം അമ്മ ഇങ്ങോട്ട് നോക്കുക. എൻ്റെ മാമനാണ് ഗൈസ് ആ ചോറും കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഗൈസ് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ.
പിന്നെ ഞാനിതാ കഴിക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണിക്കണം ഞാൻ കഴിക്കുന്നുണ്ടെന്ന്. വീഡിയോ എടുക്കുന്നതല്ല, ഞാൻ കഴിക്കും. ഇത് നമ്മുടെ ലേഖാന്റിയുടെ ഹസ്ബൻഡാണ്. ഗൈസ്, നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയിലും എടുത്തു നോക്കിയാലും ലേഖാന്റിയുടെ കമന്റ് കാണും ഇടയ്ക്കിടയ്ക്ക്. അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ലേഖാന്റി. കുറച്ച് പേര് നമ്മളെ നാട്ടിൽ നിന്ന് കമന്റ് ഇടുന്നതിൽ ഒരാളാണ് ചേച്ചി. പിന്നെ മാളു ചേച്ചി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഇതേപോലെ കമന്റ് ഇടും, എനിക്ക് അവരെ മറക്കാൻ പറ്റൂല. പിന്നെ ഇത് മാമന്റെ കൂട്ടുകാരൻ വരിവരിയായിട്ട് ഇരിപ്പുണ്ട്. ആ നീല ഷർട്ടിട്ട അങ്കിളിനും ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ഇനി അങ്കിളുടെ അടുത്ത് ചോദിച്ചിട്ട് യൂട്യൂബ് ചാനലിന്റെ പേരിടാം കേട്ടോ. അങ്കിളും ഇങ്ങനെ കുക്കിങ്ങിന്റെയോ അങ്ങനെ എന്തൊക്കെയാണ് ഇടുന്നത്. അപ്പം ചെറിയ എന്തായാലും ഇട്ടാം. ഇന്ന് 2 തരം പായസം ഉണ്ടായിരുന്നു, വൈറ്റും ബ്ലാക്കും. അയ്യോ, സേമിയ പായസം അടപ്രവനും ഉണ്ടായിരുന്നു. ഇത് അമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആരുടെയൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോവുകയാണ് പായസം മേടിക്കാനായിട്ട്. പിന്നെ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഒന്നാമത് മാമൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ മാമൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് തമാശ പറഞ്ഞ് നല്ല രസമാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇരിക്കാൻ. പിന്നെ ഇതാ പായസം ഇതാണ് അടപ്രവൻ. ഞാൻ അങ്ങനെ അധികം പായസം കഴിക്കില്ല, നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ എന്തോന്ന് അറിയത്തില്ല, ഞാൻ ഈ പായസം കുടിച്ചു ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അടിച്ചു മാറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ നാട്ടുകാരാണ് ഗൈസ്. അപ്പം ഇതെൻ്റെ മാമിയും മാമിയുടെ മോളുമാണ്. അപ്പോൾ അവൾ പറയാണ് അവിടെ എൻ്റെ വലിയച്ഛനൊക്കെ അവിടെ നിൽപ്പുണ്ട് ഫാമിലി ആയിട്ട്, അപ്പോൾ അവിടെ പോയി ചേച്ചിന്ന്. പിന്നെ ഇതെൻ്റെ അമ്മയുടെ കൈകൊട്ടിക്കളി പേരാണ് രേഷ്മ, അമ്മയുടെ പേരാണ് ഗൈസ് കൈകൊട്ടിക്കളിക്ക്. ഇതെൻ്റെ വലിയച്ഛൻ വലിയമ്മ, പിന്നെ ശ്വേതയാണ് നീല ഡ്രസ്സ്. പിന്നെ ഇത് അവിടുത്തെ ഉണ്ണിമാമനും വൈഫും പിന്നെ മോളുമാണ്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞ് നാട്ടിൻപുറം കാഴ്ചകൾ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ പറയായിരുന്നു വീഡിയോ എടുത്തോണ്ടിരുന്നത്. അപ്പം നീ നിന്റെ അച്ഛനെ മാത്രമല്ലേ എടുക്കുള്ളായിരുന്നു വീഡിയോയ്ക്ക് എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് ഫുൾ അങ്ങ് എടുത്തിട്ടൊക്കെ പോവാന്ന്. പിന്നെ അങ്ങനെ ഇതാണ് ഷെയർ കേട്ടോ, വലിയച്ഛൻ വലിയമ്മ. പിന്നെ ഇത് എൻ്റെ മാമനാണ് തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുന്നത്, മാമൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ പിന്നീട് കുഞ്ഞു പിള്ളേരാണ് കേട്ടോ എല്ലാ ഫുഡും വിളമ്പുന്നത്. അവർ സുഖമായിട്ട് വിളമ്പും കേട്ടോ, ഒരു പ്രശ്നമില്ല. നോക്കിക്കോണേ, അവർ സൂക്ഷ്മമായിട്ട് ഓക്കെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ നോക്കി തന്നെയാണ് കൊടുക്കുന്നത്. വലിയൊരൊക്കെ കിടിലുമായിട്ട് അവർ വിളമ്പും. പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ ഉണ്ടല്ലോ എല്ലാവർക്കും എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യമൊക്കെ ഇത്തിരി എത്ര പേര് വരുമെന്നോ അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ചെറുതായിട്ടൊന്നും ഇതാവുമെങ്കിലും രണ്ടാമത് ചോദിച്ചാലും കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ. എനിക്ക് എന്തോ അവിടെ നിന്ന് എല്ലാ വീഡിയോ ഇങ്ങനെയൊക്കെ എടുക്കണമെന്ന് തോന്നി. കാരണം പിന്നീട് ഇതൊക്കെ എടുത്ത് നമുക്കൊരു ടൈമിൽ നോക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റമായിരിക്കും ഗൈസ്. പിന്നെ ഇതൊരു കുഞ്ഞാണ്. അവന് പായസം എടുത്തു കൊടുത്തപ്പം അവന് അതേ തൂക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വാങ്ങിച്ച് ഒരു പായസം 2 പായസം ഉണ്ടായി. ഞാൻ പറഞ്ഞ അടപ്രഥമനും പാൽപ്പായസം ഉണ്ട്. പിന്നെ അവന് വേണ്ടി അടപ്രഥമനും എടുത്തു കൊടുത്ത് സേമിയയും കൂടെ എടുത്ത് ഞാൻ അവന് കൊണ്ട് അവിടെ വെച്ചു കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ പിൻ വന്നായിരുന്നല്ലോ. പിന്നെ ഈവനിങ് ആയിരുന്നു, ഞങ്ങൾക്ക് ഘോഷയാത്ര ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ലേഖാന്റിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെള്ളവും, അത് കറുത്ത ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ലേഖാന്റിയുടെ ഹസ്ബൻഡ് ആയിരുന്നു. അപ്പം അവര് പ്രദീപ മാമൻ. അപ്പം അങ്കിളിന്റെ അവിടെയാണ് ബിസ്ക്കറ്റും ഇതേപോലെ വെള്ളവും നടന്നു വരുന്നവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തൊട്ട് നടക്കാൻ പോയില്ല. ഞാൻ എൻ്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് മഴയായിരുന്നു ഇന്നലെ, അതുകൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ കൈകൊട്ടി കളിച്ചിട്ട് എൻ്റെ കാലൊന്ന് ജസ്റ്റ് എനിക്ക് തറമ്പിപ്പോയി. അപ്പോൾ എനിക്ക് നടക്കാനൊന്നും വയ്യ. അപ്പോൾ ഒരുപാട് ദൂരമൊന്നും നടക്കാൻ വയ്യ. അതുകൊണ്ട് ഇവിടം തൊട്ട് എൻ്റെ വീട്ടിന്റെ ഫ്രണ്ട് തൊട്ട് ഞാൻ എന്ത് ചെയ്യും നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നേരെ ലേഖാന്റി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കാനും വെള്ളം ഇങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുക്കാൻ വേണ്ടി. അമ്മേനെ എന്നെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങ് പോന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ വർഷവും ഇവിടെ വന്ന് ആന്റിക്ക് ഹെൽപ്പ് ചെയ്യും. ആന്റി എല്ലാ വർഷവും ഇതേപോലെ വെള്ളവും ബിസ്ക്കറ്റും മുടങ്ങാതെ കൊടുക്കും. എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി കഴിഞ്ഞ വർഷം ഇതേപോലെ കൊടുക്കുന്ന വീഡിയോ ഉണ്ട് ഗൈസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ. നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. ഇതേപോലെ ഞാൻ കൊടുക്കുന്നുണ്ട്. ആന്റി എല്ലാ വർഷവും കൊടുക്കും കേട്ടോ ഇതേപോലെ. ഇപ്പൊ കുറച്ച് നാളുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നല്ല മഴയായിരുന്നു. പക്ഷെ എല്ലാവരുടെ കയ്യിലുള്ള വിളക്കും അണഞ്ഞിട്ടുമില്ല. എല്ലാവരും അതുകൊണ്ട് കൊടയ്ക്ക് പകരം നമ്മുടെ കൊട എടുത്ത് വെച്ച് എന്തോ ഈ കൊടയ്ക്കൊരു പേര് പറയുമല്ലോ, മുത്തുകൊടയ്ക്ക് പകരം നമ്മുടെ കൊടയാണ് എല്ലാവരും ഉള്ളത്. പിന്നെ എല്ലാവർക്കും എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ കണ്ടു. അപ്പോൾ അവർക്കൊക്കെ 1, 2 ഒക്കെ കൂടുതൽ കൊടുക്കണതും ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ എല്ലാവർക്കും ഞാൻ ഇഷ്ടം പോലെ കൊടുത്തു ഗൈസ് ബിസ്ക്കറ്റ്. പിന്നെ എൻ്റെ പേരാണ് ഗൈസ് ഇതോ ആ കൊട വെച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഞാൻ വായിൽ വെച്ച് കൊടുക്കണതാണ്. പിന്നെ അവൾക്കും വായിൽ വെച്ച് കൊടുത്തു. എല്ലാവർക്കും ഞാൻ വായിൽ വെച്ച് കൊടുക്കും. അങ്ങനെ മൊത്തം ഭയങ്കര ഹാപ്പി മൂവ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നീട് ഞങ്ങൾ നേരെ ഇതൊക്കെ ഘോഷയാത്രയിലുള്ള വന്ന ആൾക്കാരാണ് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ കൈ നിറയെ ബിസ്ക്കറ്റ്.
കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ സത്യം പറഞ്ഞ സമ്മതിക്കണം കേട്ടോ, ഈ മഴയത്ത് ഇത്രയും ദൂരം നടന്നു വരാന്ന് പറഞ്ഞ ഒരു ഇതായിരുന്നു. കാരണം ഞാൻ തന്നെ ഇതിലും നിറയെ ആളുണ്ടാവുമായിരുന്നു, പക്ഷെ നല്ല മഴയായി പോയി. ഇതിലും ഒരുപാട് ആൾക്കാർ വരും കേട്ടോ. പിന്നെ കുറെ പേരെ വണ്ടിയിൽ താഴെ കൊണ്ടുപോയി, 2-3 പേരെയൊക്കെ കുറെ പേരൊക്കെ വണ്ടിയിൽ കയറി താഴെ പോയി. പിന്നെ ഇത് നമ്മുടെ മറ്റേ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. ഇന്നലെ വരെ ഓർമ്മയുണ്ടായിരുന്നു ഗൈസ്, ഈ കൊട്ടുന്നതിന്റെ പേര് ഞാൻ ഇന്ന് മറന്നുപോയി. ഞാൻ വോയിസ് ഇടുന്ന ടൈമിൽ എല്ലാം എൻ്റെ തലയിൽ നിന്ന് പോകും ഗൈസ്. ഞാൻ ഈ ഗൈസ് എന്നുള്ളൊരു ഒറ്റ വാക്ക് മാത്രം പിന്നെ മനസ്സിൽ വരുവുള്ളൂ. ഞാൻ എന്ത് പറഞ്ഞാലും ഗൈസ് 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 അത് വരും. അപ്പം ഇവര് ഇങ്ങനെ അവർക്കൊക്കെ കൊടുത്തു. പിന്നെ നമുക്കിനി താഴെ പിന്നീട് ഞാൻ ലൈവാണ് ഇട്ടത് കേട്ടോ. അതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കാണണമെങ്കിൽ ലൈവ് ഉണ്ട്. ഇവർ ലൈവായിട്ട് കൊട്ടുന്നതും പിന്നെ നമ്മുടെ പടക്കം പൊട്ടുന്നതും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ലൈവിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഇതാണ് കേട്ടോ എൻ്റെ മാമൻ. നേരത്തെ കണ്ടില്ലേ മാമീനെയൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞു, അതാണ് മാമൻ ഈ കോട്ടിട്ടുകൊണ്ട് പോകുന്നത്. പിന്നെ ഞാൻ നല്ല രീതിക്ക് ഒന്നാമത് വൈറ്റ് ഡ്രസ്സ്, നല്ല ചെളി ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ പൊക്കി പിടിച്ചുകൊണ്ടാണ് നടന്നത്. പിന്നെ ഇതുപോലെ പൂജ നടക്കും കേട്ടോ. ഞങ്ങൾ ഗുണ്ടു അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഞങ്ങൾ ഗേറ്റ് തുറന്നിട്ട് അവനെയും കാണട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇവരെ കൂടെ നടക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങോട്ട് താഴോട്ട് നമ്മുടെ അമ്പലത്തിലോട്ട്. പിന്നെ ഇവരുടെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ അങ്ങ് നടന്ന് ഞാനങ്ങ് പോയി. പിന്നെ നമ്മുടെ അയ്യപ്പന് വേണ്ടിയുള്ള ഇറക്കിപ്പൂജ ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് മോഹനമാമന ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ രാമായണ പാരായണം പറയണം അപ്പൂപ്പനില്ലേ, അപ്പൂപ്പൻ്റെ വീടാണ്. എനിക്ക് ഭയങ്കര സപ്പോർട്ടുള്ളൊരു വീടാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് തൊട്ട് സത്യം പറയല്ലേ, ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നത് തൊട്ട് ഇവർ നല്ല സപ്പോർട്ടാണ്. അയ്യോ എനിക്ക് വീഡിയോ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നൊരു ആൻറ്റിയും മാമന്മാരും ഒക്കെയാണ് അവിടെ ഉള്ളത്. ഘോഷയാത്ര കഴിഞ്ഞ് നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നു നമ്മുടെ കോവിലിൽ നിന്ന്. ഇത് വന്നിട്ട് നമ്മുടെ അമ്മു കാറ്ററിങ്സ് ആണ്, ഇവിടെ കൂട്ടപ്പൂലുള്ള ആൻറ്റിയാണ് ഇത് ചെയ്യുന്നത്. അവരും ഭയങ്കര പെട്ടെന്ന് നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ ചുട്ട് തരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഫുഡാട്ടോ. ഇവിടെയൊക്കെ ഏകദേശം ഈ ആൻറ്റീനെയാണ് കൂടുതലും വിളിക്കണം ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ആൻറ്റിയുടെ കാറ്ററിങ് വർക്കായിരുന്നു. അപ്പം ഈവനിങ് ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതും പറയാതിരിക്കാമായിരുന്നു. അമ്മു കാറ്ററിംഗ് സർവീസിൻ്റെ നമ്പർ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് അമ്മു കാറ്ററിങ്സ് എന്ന് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് നമ്പർ തരും. അപ്പോൾ ലൈവായിട്ടുള്ള അപ്പം ചുടൽ കണ്ടതിന് ശേഷം ഞാൻ ഫുഡ് വാങ്ങിക്കാൻ പോയായിരുന്നേ. അത്താഴ ഭക്ഷണം ജയന്തി ആൻറ്റിയും ആൻറ്റിയുടെ ഫാമിലിയും ആയിട്ടാണ്. ഇതാണ് ജയന്തി ആൻറ്റിയുടെ ഫാമിലിയും ആയിട്ടാണ് ഇന്ന് കൊടുക്കുന്നത്. നമുക്ക് അല്ലാത്ത ഈ 5 ദിവസത്തെ ഉത്സവത്തിൽ 5ാമത്തെ ദിവസം മാത്രമേ ഇതേപോലെ ഫുഡ് കൊടുക്കുകയുള്ളൂ. അല്ലാതെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഘോഷയാത്രയൊക്കെ ആയിട്ടാണ് 5ാമത്തത് ഇങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ ടീച്ചറിൻ്റെ മോളാണ്. ഇരിക്കും ആ കുണ്ടുമണിക്ക് ഭയങ്കര ഇഷ്ടം ഗൈസ്, കുഞ്ഞു വാവേനെ. ആളെ കിട്ടില്ല കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ഡാൻസൊക്കെ കളിച്ചായിരുന്നേ മെനഞ്ഞാന്ന്. ആള് സ്റ്റേജിൽ കയറി കുട്ടിലായിരുന്നു, ഒരു പേടിയില്ല കേട്ടോ ആൾക്ക്. പിന്നെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈവനിങ് നൈറ്റ് ഉള്ള ടൈമിൽ നിങ്ങൾ കണ്ടത്. നല്ല രസമായിരുന്നു ഗൈസ്. എന്തോ ഉത്സവം തീർന്നതിൽ ഭയങ്കര സങ്കടം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെയൊക്കെ ആയപ്പോൾ ഉണ്ടല്ലോ, ഇന്ന് ഉത്സവം ഇല്ല, ഇന്നത്തെ ഞാൻ ഇപ്പോൾ വോയിസ് ഇടുന്ന ടൈമിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഈ ടൈമിൽ ഞങ്ങൾ ക്ഷേത്രത്തിലും അങ്ങനെ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു.
അപ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു ഗൈസ് നമ്മുടെ ഉത്സവം. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അടുത്ത ഉത്സവത്തിന് വേണ്ടി. പിന്നെ ഞാനും അച്ഛനും അനിയത്തിയും കൂടെയാണ് ഇനി വീട്ടിലോട്ട് പോണത്. അമ്മ നേരെ ലേഖാൻറ്റിയുമായിട്ട് നേരത്തെ മുങ്ങി ഗൈസ്. പിന്നെ വണ്ടി കൊണ്ടുവന്നു. നമ്മൾ ഘോഷയാത്രയ്ക്ക് നടന്നു വന്നതുകൊണ്ട് വണ്ടി കൊണ്ടുവന്നില്ല. പിന്നെ ആരും ഇല്ല ഗൈസ്. ഞാൻ തുള്ളി നടക്കുന്നുണ്ടായിരുന്നു റോഡിൽ. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ നമ്മുടെ അയ്യപ്പൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്സ്. ഒരുപാട് പേർക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് നിങ്ങൾ കാരണമാണ് എൻ്റെ കയ്യിൽ ഇന്നത്തെ ലെറ്റർ വരാൻ കാരണം. പിന്നെ നമ്മൾ ഗുണ്ടൂസിനെ മറക്കരുത്. നമ്മുടെ ഗുണ്ടൂസ് ഇല്ലാതെ നമ്മളെ വീഡിയോ എങ്ങനെ നിർത്തും ഗൈസ്? നമ്മളെ ഗുണ്ടൂസ് ഇതാ വിഷമിച്ച് കിടക്കും. നിങ്ങൾ എന്നെ ഇന്നും ഒറ്റയ്ക്കാക്കിയിട്ട് പോയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബൈ ബൈ.